ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ SCCRT ടെക്സ്റ്റ് അനുസരിച്ചുള്ള 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പോയിന്റ്, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം. രണ്ടാമത്തെ പോയിന്റ്, ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണിവർ. അടുത്തത്, ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാട് ആവാസം എന്നറിയപ്പെടുന്നു. 4, ഭക്ഷ്യശൃംഖലയിൽ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവി കടുവ. കേരളത്തിലെ ജലാശയങ്ങളിൽ അധിനിവേശമായി കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് വിഭാഗത്തിൽ നിന്നാണ്? ഉൽപ്പാദകർ എന്നറിയപ്പെടുന്ന ഹരിത സിസ്റ്റത്തിൽ നിന്നുമാണ് എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജവും കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവയും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം. ഇലകളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഹരിതകം. ഇവയാണ് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്നത്. അടുത്തത് നിറങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകങ്ങളും ഏതാണെന്ന് നോക്കാം. പച്ചയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഹരിതകം. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. അപ്പോൾ പച്ചയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഹരിതകം, അതുപോലെ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നത് കരോട്ടിൻ, മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്നത് സാന്തോഫിൽ, ചുവപ്പിൽ അടങ്ങിയിരിക്കുന്നത് ആന്തോസയാനിൻ. ശ്വസനത്തിനായി സസ്യങ്ങളും ജന്തുക്കളും ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. പകൽ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. എന്നാൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. സസ്യങ്ങളിൽ വായു പ്രവേശിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതും ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. അടുത്തതായി മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന സസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത്, വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴ, ഓർക്കിഡ്. അടുത്തത്, ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ ആണ് അർദ്ധപരാഗ സസ്യങ്ങൾ. അതിനുദാഹരണമാണ് ഇത്തിൽക്കണ്ണി. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ പൂർണ്ണപരാഗ സസ്യങ്ങൾ. ഉദാഹരണം മൂടില്ലാത്താളി. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത് എപ്പിഫൈറ്റ്, അർദ്ധപരാഗ സസ്യങ്ങൾ, പൂർണ്ണപരാഗ സസ്യങ്ങൾ. ഓക്കെ, താങ്ക് യു.